പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ദി റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ ആഗോള ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച അമേരിക്ക. പഹൽഗാം ആക്രമണം പരാമർശിച്ചുകൊണ്ടാണ് നടപടി. ലഷ്കർ-ഇ-തൊയ്ബയുടെ നിഴൽ ഭീകര സംഘടനയാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കുക എന്ന ലക്ഷ്യവും തീരുമാനത്തിന് പിന്നിലുണ്ടെന്നും അമേരിക്ക അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജോസ് ചേർന്നുണ്ട്. ഐസൻ, നിർണായകമായൊരു തീരുമാനം ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഐസൻ ചേരുന്നുണ്ട്. ഐസൻ, എന്തായാലും നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ അമേരിക്ക പുറത്തുവിടുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും വിഷ്ണു, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഭാരതത്തിന് നൽകുന്ന ഏറ്റവും മികച്ച പിന്തുണയുടെ തെളിവ് കൂടിയാണ് ഈ പ്രഖ്യാപനമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ലഷ്കർ-ഇ-തൊയ്ബ എന്ന് പറയുന്ന ഭീകര സംഘടനയെ നേരത്തെ തന്നെ ഒരു ആഗോള ഭീകര സംഘടന അല്ലെങ്കിൽ ഒരു ഫോറിൻ ടെററിസ്റ്റ് ഓർഗനൈസേഷനായി അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ്, ആ പ്രഖ്യാപനം നിലനിൽക്കുമ്പോൾ തന്നെയാണ് മറ്റൊരു അതിന്റെ പ്രോക്സി സംഘടന അല്ലെങ്കിൽ അതിന്റെ നിഴൽ സംഘടനയായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ, പ്രത്യേകിച്ച് ഈ റെസിസ്റ്റൻസ് ഫോഴ്സ് എന്ന് പറയുന്ന സംവിധാനത്തെ മറ്റൊരു ആഗോള ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ തീരുമാനം പുറത്തു വരുന്നത്. അത്തരത്തിൽ ആ തീരുമാനം കൃത്യമായി നടപ്പാക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ആ ഉത്തരവിൽ നിന്ന് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാനും സാധിക്കുന്നത്. അതിൽ പ്രത്യേകമായി പരാമർശിച്ചിരിക്കുന്നത് ഭാരതത്തിന്റെ വിഷയം തന്നെയാണ്. അതായത് പഹൽഗാം ഭീകരാക്രമണത്തിൽ 26 പേരുടെ മരണത്തിനിടയാക്കിയ അതിന് പിന്നിൽ പ്രവർത്തിക്കുകയും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്ത സംഘടന എന്നും, നിരവധി സൈനിക സംവിധാനങ്ങൾക്ക് നേരെ, ഭാരതത്തിന്റെ സൈനിക സംവിധാനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയ സംഘടന എന്നതിന്റെ പേരിലും ആണ് ഈ ഭീകര സംഘടന, അതായത് റെസിസ്റ്റൻസ് ഫോഴ്സിനെ ആഗോള ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുന്നതെന്ന് പ്രത്യേകം അതിൽ പരാമർശിച്ചിട്ടു തന്നെയാണ് ഈ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിരിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ഭാരതത്തിന്റെ അമേരിക്കയുടെ സുരക്ഷയുടെ, അതായത് അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷയും ഭീകരവിരുദ്ധ നിലപാടുകളും ഉറച്ചു പറയുന്നതിനും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരയായവർക്ക് നീതി ഉറപ്പാക്കണമെന്ന ഉത്തരവാദിത്വ ബോധത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ഒരു നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത് എന്നും പ്രസ്താവനയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഭാരതത്തിന്റെ പ്രതിനിധി സംഘം നേരിട്ട് അമേരിക്കയിലെത്തി കൃത്യമായി കാര്യങ്ങൾ, ശശി തരൂരിന്റെയൊക്കെ നേതൃത്വത്തിലെത്തി കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ആ ബോധ്യപ്പെടുത്തിയതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കർശന നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ഈ അടുത്ത ദിവസമാണ് ചൈനയിലേക്കുള്ള സൗജന്യ വിസ സംബന്ധിച്ച അല്ലെങ്കിൽ 30 ദിവസത്തെ താൽക്കാലിക വിസ ലഭ്യമാക്കുന്നതിനുള്ള ഒരു പ്രത്യേക അനുമതി ചില രാജ്യങ്ങൾക്കൊക്കെ നൽകിയത്. 74ഓളം രാജ്യങ്ങൾക്ക് ഇത്തരത്തിൽ അനുമതി നൽകുകയും അതിൽ നിന്ന് പാകിസ്ഥാനെ കൃത്യമായി ഒഴിവാക്കുകയും ചെയ്തു ചൈന എന്നൊരു നീക്കവും ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായിരുന്നു. അതായത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അത് ഇന്നലെ ചൈനയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായതെങ്കിൽ ഇന്നിപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കുറെ കൂടി കൃത്യമായതും തുറന്നു പറച്ചിലിന്റെ കൂടി അടിസ്ഥാനത്തിൽ അത് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഈ ഉത്തരവ് വായിച്ചെടുക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.